മധുര സ്വപ്നങ്ങൾ ഊയലാടുന്ന സ്വർണ്ണത്തേരിൽ മൃദുലമോഹങ്ങൾ കവിത നെയ്യുന്ന തൽപ്പത്തിൽ തേനൂറും പൂവിൽ ആഴങ്ങൾ ഫോൺ എടുക്കാത്തെ ഞാനോ? ഫോൺ എടുത്തിട്ട് ഞാൻ ഇന്നലെ കൂടെ ഫോൺ എടുത്തായിരുന്നല്ലോ. ഫോൺ എടുത്തിട്ട് നീ എന്താ പറയുന്നേ? ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് ശുഭപ്രതീക്ഷ കാത്തു നിൽക്കാതെ ഇതെന്താ ഞാൻ ലോട്ടറിയാ? ഞാൻ മാർക്കറ്റ് മര്യാദക്ക് മീൻ വിറ്റോണ്ടിരുന്നാണോ? അപ്പൊ നീ എന്താ പറഞ്ഞ ഈ കടലിന്റെ സൈഡിൽ വന്നൊരു ഹോം സ്റ്റേ അങ്ങോട്ട് തുടങ്ങി ചേച്ചിക്ക് വെച്ചടി കയറ്റമാണ്. ഒരുപാട് മൊത്തം തെറ്റുവാണല്ലോടാ. ഒരുപാട് വിദേശികൾ ഇങ്ങോട്ട് കേറി ഇറങ്ങി ഇങ്ങ് വരും. വിദേശി പോയിട്ട് ഒരു ഉപദേശം പോലും ഇവിടെ വരുന്നുണ്ടോ? ഒരു സായിപ്പ് ഒരു മദാമയും കൂടെ ഇന്നലെ ഇങ്ങനെ വന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്ക് മദാമയ്ക്ക് കുളിക്കണം. മദാമ എടുത്ത് കടലിൽ ചാടി. പിന്നെ സായിപ്പ് എടുത്ത് പുറകെ ചാടി അതിനെ തോർത്തി കരക്കേറ്റാനായിട്ട് നിന്ന്. പിന്നെ ഞാൻ അവിടെ അതും നോക്കി നിന്ന്. അത് നോക്കി നിന്ന എനിക്കറിയാം. നീ നോക്കൂലും മേടിക്കാനായിരിക്കും നോക്കി നിന്നത്. അല്ലല്ല, ഈ അവരഥവാ കരക്ക് കയറിയാണ് പിടിച്ചോണ്ട് ഇങ്ങ് വരാലോ. അപ്പൊ ഇവിടെ ഒരാള് കിട്ടുമല്ലോ, അതറിഞ്ഞോണ്ട് നിന്നാ. പക്ഷെ അവര് വന്നില്ല. എന്റെ കണ്ണം തെറ്റിയപ്പോഴത്തേക്ക് അവര് വിട്ടുപോയി. എന്താണ് ഞാൻ പറയാം, ജോസെ കളി അടിക്കരുത്. നീ എന്റെ മേടിച്ച 50,000 രൂപ വേണം. ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞ് നീ മേടിച്ച 50,000 രൂപ എനിക്ക് ചെന്നാണിത്. ആ ടീമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവം സെറ്റാവൂലേ? ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉണ്ടോ? മേടിക്കാവുന്നതിന്റെ പരമാവധി അങ്ങ് മേടിച്ചോളണം. ആണോ? 4-5 ലക്ഷം രൂപ മേടിക്കാം. 4-5 ലക്ഷം? ചൈനക്കാരനാ. ചൈനക്കാരനെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി ആളെ കിട്ടില്ലെന്നൊന്നും പറയരുത് കേട്ടോ. ഒരു 3 ലക്ഷം രൂപ അങ്ങ് മേടിച്ചോളണം. ചൈനക്കാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലട്ടോ ജീവനോട്. ഒരു ചൈനക്കാരനെ ഇനിയിപ്പോ കാണാലോ. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു 10,000 രൂപ എടുത്ത്. 10,000 രൂപയോ? അവോ ഏതായാലും 50,000 രൂപ മേടിച്ചില്ലേ? ഇനി ഇതൊന്നൊരു 3 ലക്ഷം രൂപ കയ്യിൽ നിന്ന് മേടിച്ചോളണം. എല്ലാം കൊണ്ടും. പിന്നെ വേറെ കാര്യമുണ്ട്, ചൈനക്കാരനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് മറക്കല്ലേ. എടാ ചൈനക്കാരൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ ഗ്യാരണ്ടി എന്തായാലും ഉണ്ടാവും. പിന്നെ ചൈനയുടെ സാധനത്തിന് 6 മാസത്തെ ഗ്യാരണ്ടി ആണല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് 3 മാസം കൊണ്ട് മാക്സിമം അങ്ങ് പിരിഞ്ഞോളണം. ഞാൻ പിരിഞ്ഞെടുത്തോളാം. അതിനൊക്കെ ഞാൻ മിടിക്കടാ. എടാ നിനക്ക് അടിച്ചു മാറ്റാൻ അറിയാടാ? പുള്ളി വന്നാ പറഞ്ഞാ ഞാൻ അടിച്ചു മാറ്റിക്കോളാം. അല്ല പുള്ളിയുടെ അടിച്ചു മാറ്റാനല്ല, ഇവിടെ കുറച്ച് ചെലന്തി പോലെ ഒന്ന് അടിച്ചു മാറ്റാവോ? അമ്പടാ, അത് കൊള്ളാം. നിനക്കിപ്പോ എന്താ വേണ്ടത്? 10,000 രൂപ. ഒരു 10,000 രൂപ. ജോസെ ഇങ്ങനെ പലപ്പോഴായിട്ട് നീ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട് കേട്ടോ ജോസെ. ചൈനക്കാരന്റെ കാശ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വല്ലതും പേടിക്കാനുണ്ടോ? ശരിക്കും കൊണ്ടുവരുവാണോ? പിന്നെ എനിക്കൊരു ചൈനക്കാരനെ കാണാൻ ഭയങ്കര. അത് അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ നിന്നോ സാധനം വന്നിരിക്കും. ശരിക്കും വരുമോ? ചൈനക്കാരൻ വരുമ്പോ നമ്മളെയൊന്നും മറക്കല്ലേ. ഒരിക്കലും മറക്കല്ലേ. എടി തങ്കമണി, രമണി, എല്ലാരും ചൈനക്കാരനാണ് വരുന്നത്. അവന് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾ ഒരുക്കി വെച്ചേക്കണം. അവന് വേണ്ട ഫുഡ് എല്ലാം ഉണ്ടാക്കി വെക്കണം. പിന്നെ 6 മാസത്തെ ഗ്യാരണ്ടി ഉണ്ട്. 3 മാസം ആവുമ്പോഴേ നമ്മൾ മാക്സിമം ഊറ്റി പിടിഞ്ഞെടുത്തോണം അവന്റെ കേട്ടോ. നിങ്ങളുടെ കയ്യിലാണ് ഈ സ്ഥാപനത്തിന്റെ എന്തോ കാണിച്ചത്. അത് ചോദിച്ചത് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. ഊതിക്കെടുത്താൻ ശ്രമിച്ചല്ലേ? നാറ്റിക്കല്ലേ നീ? അത് ചൈന നമസ്കാരം പറച്ചിലാണ്. ഇത് നമസ്കാരമാണോ? ചൈനയിൽ ഇങ്ങനെ നമസ്കാരമാണോ? അയ്യോ ഞാനത് അറിഞ്ഞില്ലായിരുന്നു. ആണോ? ഇത് കൊള്ളാടാ. അടിയടാ, അടിക്ക്. രസമുണ്ടോ? സൂപ്പർ സൂപ്പർ. ഇത് ചൈനയിൽ കാട്ടികളങ്ങോട്ട് കിടന്ന ചൈനക്കാരനോട് ഇത്. അല്ല അത് അങ്ങനെ. ഇത് പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പൊ കുറച്ച് നാളായി. 3 മാസം കൊണ്ടല്ല അങ്ങ് വഹിച്ചോളാം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു കേട്ടോ. എന്തോ ചായയും ബിസ്ക്കറ്റും വേണോ? ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ചായയും ബിസ്ക്കറ്റും വേണോന്നല്ല പറഞ്ഞത്. ഓരോരോ ആഗ്രഹങ്ങള്. കേരളത്തിൽ വന്നിട്ട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടി. ശരിക്കും അങ്ങനെയാണോ പറഞ്ഞത്? കൊണ്ടുപോകല്ലേ. ഇന്ത്യയിലൊരു സാധനമേ ഉള്ളൂ, കൊണ്ടുപോയിക്കളയല്ലേ. അല്ല കൊണ്ടുപോയിക്കോ. അല്ല കൊണ്ടുപോയിക്കോ. അതാ എനിക്കറിയാം നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന്. അതല്ലേ കൂടെ പൊയ്ക്കോളാൻ പറഞ്ഞേ. അതുകൊണ്ടല്ല, ഇന്ത്യയും ചൈനയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ അനുഭവപ്പെടേണ്ട കാര്യമില്ലല്ലോ അങ്ങ് പോയി കഴിഞ്ഞാൽ. അല്ല ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. വന്നേ, ഞാൻ ഈ കഥകളി ഓട്ടംതുള്ളിലും ഇവിടെ കലാരൂപങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലതും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇവിടെ കഥകളി ഓട്ടംതുള്ളിലും അതിനൊക്കെ പെണ്ണുങ്ങൾ കഴിഞ്ഞ ഒരു വിദേശി വന്നപ്പോ അവർക്ക് പൈസ മൊത്തം കൊടുത്തില്ലെന്ന് പറഞ്ഞ് എന്റെ മോനൊക്കെ കുത്തിയിട്ടാ പോയതുള്ളൂ. എന്നാ നമുക്ക് പോവാം. പോവില്ലേ ഉള്ളത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. നീ ഇവിടെ നിൽക്കാൻ പറ. കാണിക്കോ? ബെസ്റ്റ് ആക്ടർ ഈസ് ദ കഥകളി ഓട്ടംതുള്ളൽ ആൻഡ് ദ ഇന്ത്യൻ എംപ്ലോയീസ് എക്സ്പ്ലനേഷൻ ഓഫ് ദ കണക്ഷൻ. ഓക്കേ, അണ്ണാക്കി കുത്തുന്നു. അണ്ണാക്കി കുത്തുന്നില്ല, കളിച്ച് കാണിച്ചു. അടിപൊളി അടിപൊളി. മതി മതി മതി. അല്ല അത് കുഴപ്പമില്ല, മതി. ആഹാരമൊക്കെ എടുത്ത് വെക്കാൻ. എടി രമണി, തങ്കമ്മ, സുശീല, എടി ആഹാരം എടുത്ത് വെച്ചോ. പെട്ടെന്ന് എടുത്ത് വെക്കതേ. എല്ലാം അങ്ങനെ തന്നെയാ. അങ്ങനെ തന്നെ എടുത്തോണ്ട് പോന്നെ. ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്.
കേട്ടാ എന്ത് പരിപാടിയാണെങ്കിലും നീ എന്താ ഇവിടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചത്? എനിക്കൊരു അവസരം കിട്ടിയപ്പോ ഞാൻ കയറി കെട്ടിപ്പിടിക്കും. അവസരം കെട്ടിപ്പിടിക്കും. ഞാൻ അതും പറഞ്ഞാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് 10,000 രൂപ നീ തരാന്ന് പറഞ്ഞാൽ നീ കോട്ട കിട്ടണ്ട് ഇവിടെ വരാൻ പറഞ്ഞത്. 10,000 രൂപ നിനക്ക് തരാന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് 50,000 രൂപ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാൻ എന്റെ പൈസ ഇല്ല. അപ്പൊ നീ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് 2 ദിവസം ഇവിടെ താമസിക്കുക. ആ സമയത്ത് അവർ എന്തെങ്കിലും പറഞ്ഞ് മയപ്പെടുത്തും. എന്നിട്ട് നീ ഇവിടുന്ന് ഔട്ട് പോവുക. ഞാൻ നിന്റെ ഇവിടെ ഔട്ട് വരും. അതാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. ഒരു ചാൻസ് കിട്ടിയപ്പോ കയറി ഒന്ന് കെട്ടിപ്പിടിച്ചു പോയി. ഒറ്റ അടിയാൻ വെച്ചേരും കേട്ടോ. ചാൻസ് കിട്ടിയപ്പോ കയറി ഇനി മേലാ കാണിക്കരുത്. എന്താടാ നീ എന്താടാ ഇവിടെ ഇരിക്കും, ഞാൻ ചോറ് തരാം. നല്ല 1-ാം തരം ചോറ്. ഇതെന്താന്നറിയാവോ? പാമ്പ് കറി. ഇതെന്താന്നറിയാവോ? പാമ്പ് കറി. അയ്യോ, അവർക്ക് ഏറ്റവും ഇഷ്ടം പാമ്പിനെ വേവിച്ചാണ്. ആ ശരിയാ. ഇതെന്താന്നറിയാവോ? കരിന്തേല് ഫ്രൈ. അല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രശ്നമല്ല മാക്സിമം ആ കടി. ഈ വിട്ടില് തോരണേ ഇരിക്കരുത്. ഇതാണ് മെയിൻ ഐറ്റം. എന്താണത്? ഇത് പഴുതാല ഉപ്പിലിട്ട് വരട്ടിയത്. ആണോ? ഇരിക്കട്ടെ. അവിടെ ഇരിക്ക്. എന്നെ കരോട്ട കാണിച്ചെന്താ? എല്ലാം കഴിക്കണേ. കഴിക്ക്. ഭയങ്കര ചൈനക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതെ, വരുമെന്നും പറഞ്ഞ് ഞാൻ പ്രത്യേകം ഉണ്ടാക്കി. എനിക്ക് വേണ്ട ഇത്. എനിക്ക് വേണ്ട ഇത്. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എനിക്ക് വേണ്ട. ഞാൻ ചൈനക്കാരനല്ല ചേച്ചി. ചേച്ചിക്ക് ഒരു 50,000 രൂപയാണ് തരാറുണ്ടോ? അതിന് 10,000 രൂപ വേഷം കെട്ടിട്ട് എന്നെ കടപ്പുറത്ത് നിന്ന് ചെന്നൈ വിളിച്ചോണ്ട് വന്നിട്ട് നീ ഒരു ചൈനക്കാരനായിട്ട് വാ, 10,000 രൂപ തരാന്ന്. അയ്യോ, നീ വിചാരിച്ച എന്തോന്ന്? നീ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായില്ലെന്നോ? എടാ, അവിടെ കപ്പലിന്റെ വിൽക്കുന്ന പാക്കറിനെ എനിക്ക് അറിയത്തില്ലെന്നാണോ ഇവന്റെ വിചാരം? എടാ, നീ വന്ന് കേറിയപ്പോഴേ എനിക്കറിയാം നീ നല്ല ഉടായിപ്പാണെന്ന്. നീ മനഃപൂർവ്വം പറയിപ്പിക്കാൻ. ഇത് വരാലുകറിയൊക്കെയാടാ. ജോസ, ഒരു കാര്യം നീ മനസ്സിലാക്കിയോ? ഇന്ന് മുതൽ ഹോം സ്റ്റേ ഇവിടെ ഇല്ല. നാളെ മുതൽ ഇത് വീട്ടിലൂണ്. ഇത് എന്താ പറഞ്ഞ വീട്ടിലൂണ്. നാളെ ഇവിടെ കളക്ടറേറ്റിൽ ഒരു ജാഥയുണ്ട്. ഒരു 100 പേരോളം വരും. ഞാൻ അവരെ കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. ഒരു 100 ഊണ് സംഘടിപ്പിച്ചു തരാം. ഒരു 10,000 രൂപ തരുമോ? ജോസേ,